ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ളത് തേങ്ങ, നല്ല ജീരകം, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി ഇനി വെച്ചിട്ട് മുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ചെറിയൊരു കഷ്ണം പുളി. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരണ്ട, ചെറിയ ഒരു ചമ്മന്തിക്ക് അരക്കണ പരുവം. ഈ പരുവത്തിന് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് കടു പൊട്ടിച്ച് താളിച്ചൊന്ന് കിണ്ടി വറുത്തെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉരട്ടിയാണ്. പച്ചരി 1 മണിക്കൂറായി കോരായിട്ടിട്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി അതിനെ എടുത്ത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാം. രാവിലത്തെ പലഹാരമാണ് കാപ്പിക്കുള്ള. ശകലം വെള്ളം കൂടെ വീത്തി കൊടുക്കാം. ഒരുപാട് ലൂസായി വേണ്ട, ശകലം കട്ടിയായിട്ട് വേണം എടുക്കാൻ. ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഈ പരുവം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കലക്കി ചുട്ടെടുക്കാം ദോശക്കല്ലിൽ. മാവ് നല്ല പരുവായിട്ടുണ്ട്. ദോശക്കല്ലിൽ കോരികിത്താൻ പരുവായിട്ടുണ്ട്. നമുക്കിതിൽ ശകലം നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ചമ്മന്തി കിണ്ടി വറുത്തെടുക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ കിട്ടാം. വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ശകലം വെളിച്ചെണ്ണ വറ്റി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇനി കരിവേപ്പിലയും കൂടെ ഇട്ടു. ഈ അരക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നമുക്ക് നല്ലപോലെ കിണ്ടി കറക്കി നല്ല ചെറുമുള്ള രീതിയാക്കണം. എണ്ണയ്ക്കകത്തൊക്കെ കടന്ന് നല്ലപോലെ തേങ്ങ അതിലെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നു. ഇത് കിണ്ടി എടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇത് കരിഞ്ഞ ആ ടേസ്റ്റ് കിട്ടുന്നില്ല. ചെറിയ ഒരു തീരാണ്. ഇത്
ആയിട്ടുണ്ട്. നേരത്തെ നല്ല കൊത്തായിട്ട് കിടന്ന് ഇപ്പം നല്ല തുറുന്നായിട്ടുണ്ട്. ഈ പരുവാണ് എടുക്കാനുള്ളത്. എടുത്തത് ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദോശക്കല്ല് ചൂടായിട്ട് മാവ് വരിക. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ തേച്ച് മാവ് വരി. ഇന്ന് രാവിലെ ഒരട്ടിയാണ്. ചമ്മന്തി, വറുത്ത ചമ്മന്തി. കൊള്ളാം. ആ പുളിയും ഇതൊക്കെ ഇട്ടതും എല്ലാം കൂടി നല്ല സൂപ്പറായിട്ടുണ്ട്. വറുത്തെടുത്ത ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരട്ടിയാണ്. ഇത് നമ്മൾ എയർ പബ്ലിക് സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കൂടി വരുന്ന റോഡാണിത്. ആ റോഡിൻ്റെ അവിടെ നിന്ന് അറ്റത്ത് വന്ന് തീരും. അവിടുത്തെ മലയുടെ അവിടെ നിന്ന് ചെടിയിൽ കൂടി വരുന്ന വെള്ളമാണ്. ഇതാണ് പാറയിൽ കൂടി വെള്ളം ചാടുന്നുണ്ടോ. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളം ചാടുന്ന നോക്കി, നല്ല വോയിസിൽ ഉണ്ടോ വെള്ളം ചാടുന്നുണ്ടോ. ഉണ്ടല്ലോ, നല്ല വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. അവിടെ ഇവിടുന്ന് നേരെ ആലിൻ്റെ മൂട്ടിലൊരു ക്ഷേത്രം ഇരിക്കുന്നുണ്ട്. ആ ക്ഷേത്രം ഇരിക്കുന്നുണ്ട്. ആ സൈഡിൽ കൂടി പോകാനുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ റോഡ് കയറി പോകുന്നത്. ഇതിൻ്റെ നേരെ മുകളിൽ ഒരു ആല് ഉണ്ടോ, വലിയൊരു ആല്. നല്ല വെള്ളച്ചാട്ടം. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറവാണ്. അതുകൊണ്ട് ആ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. വേണ്ട ഇതുണ്ട്, ഈ കാണുന്ന തോട്ടിൽ കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇവിടെയൊക്കെ വേണ്ട വാഴക്കൃഷി, തെങ്ങ്, കമുക് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അതുകൊണ്ട് ഇതുവഴിയാണ് വരാനുള്ളത്. ഈ വഴി കൂടിയാണ് വരാനുള്ളത്. പിന്നെ കണ്ട ഈ സൈഡിൽ കമുക്, ഇത് പ്ലാവ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കണ്ട ഇവിടെയൊക്കെ കാട് നിറഞ്ഞ് കിടക്കുകയാണ്. കാടെന്ന് പറഞ്ഞാൽ കാട് കാണാനൊക്കെ നല്ല ഭംഗി, നല്ലൊരു സ്ഥലം. ഇതുണ്ട്, ഈ വഴിയാണ് വരാനുള്ളത്. നമ്മൾ നെട്ടയം എയർ പബ്ലിക് സ്കൂളിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് നേരെ കയറി വരുമ്പം ഇനി അറ്റത്ത് വരുന്ന റോഡാണ്. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രം കാണിച്ചു തരാം. അതുകൊണ്ട് ഇതുവഴിയാണ് എൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് നേരെ മുകളിൽ കയറി ചെല്ലുമ്പം ഇരിക്കുന്ന ക്ഷേത്രം. അതാണ് ക്ഷേത്രം. കരിമിൻ്റെ അരിയിൽ കൂടിയാണ്. ഇപ്പുറത്തൊക്കെ കാടാണ്. ഈ സൈഡെല്ലാം കാടും ഉണ്ടോ. ഇതൊക്കെ ഈ തേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. വെള്ളം ഒഴുകി പോകുന്നത് കാണാം. ഈ സൈഡിൽ കൂടിയാണ്, ഈ ഓടയിൽ കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അതിങ്ങനെ നേരെ അങ്ങനെ ചെന്ന് നമ്മുടെ നെട്ടയം വഴി തന്നെയാണ് ഈ വെള്ളമെല്ലാം പോകുന്നത്. താഴെ കലിങ്ങ് വഴി വെള്ളം പോകും. ഈ സൈഡിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ ഭാഗത്തും അതേപോലെ തന്നെ മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ വീടുകളൊന്നും ഇല്ല. ഇത് നമ്മൾ പിന്നെ പോകുമ്പം ആശ്രമത്തിൻ്റെയൊക്കെ നേരെ താഴെ വശമാണ്. അതിൻ്റെ നേരെ അടിവശമാണ് ഇത് കാണുന്നത്. ഇതാണ് ഇന്നത്തെ
വീഡിയോ. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ടുള്ള കാഴ്ചകളും കണ്ടു പോവാം. വഴിയാണ് വരാനുള്ളത്. റോഡ് ഉണ്ടല്ലോ, ഇവിടെയെല്ലാം കാട് കയറി കിടക്കുന്ന സ്ഥലമാണ്. നല്ല വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എയർ പബ്ലിക് സ്കൂളിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഇത് റോഡ്. ഉണ്ടോ, റോഡിൻ്റെ നേരെ അങ്ങ് അറ്റത്താണ് നമ്മളിത് കണ്ടത്. പക്ഷേ ഇതേണ്ട ഈ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി പോകണം. മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ ഓടെ കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. റോഡാണെന്ന് പറയത്തില്ല, വെള്ളം കയറി കിടക്കുന്നുണ്ട്. റോഡിൽ വെള്ളം കയറി കെട്ടിക്കിടക്കുകയാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ റോഡാണെന്ന് വിചാരിക്കും. എയർ പബ്ലിക് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് സ്ഥലം. ഇഷ്ടം പോലെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒരു മരിച്ചിനിയും വാഴ ഇങ്ങനെയൊക്കെ നട്ടിട്ടിരിക്കുന്ന സ്ഥലം. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ട് വരും എയർ പബ്ലിക് സ്കൂളൊക്കെ. ഇതാണ് എയർ പബ്ലിക് സ്കൂള്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഗേറ്റാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് സ്കൂള്. ഈ കാണുന്നതാണ് സ്കൂള്. നെട്ടയത്തുള്ള ഇത് നെട്ടയത്തുള്ളതാണ്. ഉണ്ടോ, എയർ പബ്ലിക് സ്കൂള്. അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതൊക്കെ ഇഷ്ടംപോലെ തേക്ക് മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ചെറിയ മഴയൊക്കെ പെയ്ത് മനുഷ്യരെ മെനക്കെടുപ്പിക്കാൻ വേണ്ടി ഇപ്പം വീണ്ടും വെയിലടിക്കാൻ തുടങ്ങി. കോട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിലടിക്കാൻ തുടങ്ങി. ഇതൊക്കെ വെറുതെ ശൂന്യമായിട്ട് കിടക്കുക സ്ഥലം. ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കും. അങ്ങനെയുള്ള സ്ഥലമാണ് ഇത്. കാച്ചാണി സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ അവിടുന്ന് കുറേ ഇങ്ങോട്ട് വരണം. അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കുള്ള സ്ഥലമാണ്. ഇതേണ്ട കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരുപാട് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കണം. നേരത്തെ പ്ലോട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഓണർ തന്നെ നേരിട്ട് സെറ്റ് ചെയ്തിട്ടതാണ്. ഇപ്പോൾ അതെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. സെയിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ മാത്രം സെയിലായെന്ന് തോന്നുന്നു. അതിൽ മാത്രം ചെറിയൊരു വീട് പണി നടക്കുന്നുണ്ട്. പിന്നെ വാഴയും കൊലയും എല്ലാം നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വീടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കൂടുതലും ഈ കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഉള്ള സ്ഥലമാണ്. എന്നാൽ തെങ്ങൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ തെങ്ങുകൾ എല്ലാം ഉണ്ട്. കാരണം തെങ്ങൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എല്ലാവരും മുറിച്ച് പറക്കി കളഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതുണ്ട്, നല്ലൊരു വാഴക്കൊലയും പോകുന്നുണ്ട് ഇവിടെ. ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. ആരോ ഒരാൾ വാങ്ങിച്ചിട്ട് ചെറിയൊരു വീട് വച്ചിരിക്കും, നീളം വാക്കിന്. ഉണ്ടോ, നേരത്തെ പ്ലോട്ടായിട്ട് ചെയ്തിട്ടിരുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ. അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. പക്ഷേ ഇനിയും വീടുകൾ ഇഷ്ടംപോലെ വരാനും ഈ സൈഡിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ഥലവും വീടൊക്കെ വാങ്ങണം എന്നുള്ളവർക്ക് ഇങ്ങോട്ടൊക്കെ കയറിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് സ്ഥലങ്ങൾ.